ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പലഹാരമായിട്ടാണ്. ഒരു സ്നാക്കാണ്, ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് നമ്മൾ പഴം വെച്ചിട്ടാണ് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ എന്ത് പഴം അല്ലെങ്കിൽ കദളിപ്പഴമോ എന്ത് പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. അത്രയും സ്വാദാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനോ വെറും 5 മിനിറ്റ് മാത്രം മതി. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം അല്ല എടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും അല്ലെങ്കിൽ പൂവൻ പഴം വെച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പഴം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉടയ്ക്കുന്നതിന് പകരം സാധാരണ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ഉടയ്ക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. പക്ഷെ ഞാൻ ഇന്ന് ഇതൊരു ഗ്രേറ്ററിലാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, നന്നായിട്ട് തന്നെ ഇത് ഒരു നമുക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു മാഷ് ആയി നമ്മൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നു. മാത്രമല്ല എല്ലാം തന്നെ ഒരുപോലെ തന്നെ നമുക്ക് വരും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ സ്പൂൺ വെച്ചിട്ട് ഉടയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഞാൻ പറയുക ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു 3 ടീസ്പൂണോളമുള്ള നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഞാനതൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ കേട്ടോ, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ മുഴുവനോട് കൂടെ അരിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ബൈറ്റിൽ നമ്മൾ കടിക്കുന്ന ഓരോ ബൈറ്റിൽ നമുക്ക് ഈ കശുവണ്ടിയൊക്കെ കടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം വേണ്ട, ചെറുതായിട്ട് ഒരു 30 സെക്കൻഡോളം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റോളം ആ ഒരു പഴത്തിൻ്റെ ആ ഒരു പച്ചച്ചൊവ്വൊക്കെ ഒന്ന് മാറുന്നത് വരെ, അല്ലെങ്കിൽ നെയ്യിലൊക്കെ നന്നായി മിക്സ് ആവുന്നത് വരെ ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ്. നിങ്ങൾക്ക് ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് വീട്ടിലുള്ളതെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ഏലക്കയുടെ കുരുവാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ചതച്ചോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയോ ഇട്ട് കൊടുക്കാം. ഒപ്പം ഞാൻ 1 ഏലക്കയുടെ തൊണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട, ജസ്റ്റ് ആ പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചത് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പഴത്തിന് മധുരമൊക്കെ ഉള്ള ഒരു പഴമാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇവിടുത്തെ ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് ഇച്ചിരി മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ ഒരു മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു മിക്സ് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളമുള്ള പാല്. അത് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഒക്കെ ആവാട്ടോ. ഇതിപ്പം കാച്ചിട്ടുള്ളൊരു പാലാണ്, ചൂടാറിയിട്ടുള്ളൊരു പാലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടിയത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് തീരെ കുഞ്ഞ ബ്രെഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള ബ്രെഡൊക്കെ കിട്ടും. ഇപ്പം എൻ്റെ വീട്ടിലിപ്പോൾ ഉണ്ടായിരുന്നത് ഇത്രയും കുഞ്ഞ ബ്രെഡാണ്. അപ്പം ഞാൻ ഈ ബ്രെഡിലാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ അരുവൊക്കെ ഇതിൻ്റെ 4 അരുവുള്ള ക്രസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ക്രസ്റ്റോട് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും രുചി കിട്ടത്തില്ല. എന്നാൽ ഈ ക്രസ്റ്റ് നിങ്ങൾ കളയൊന്നും വേണ്ട. നമുക്ക് ഇത് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാം. അതായത് കട്ട്ലേറ്റോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചപ്പാത്തി നമ്മൾ പരത്തുന്ന നമ്മുടെ ആ റോളർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് പരത്തി എടുക്കണം. പരത്തി എടുക്കാമെന്ന് പറഞ്ഞത് ഒത്തിരി ആക്കാൻ പറ്റും. നമ്മളിതൊന്ന് അമർത്തി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരിയും കൂടെ നീളം കിട്ടും, മാത്രമല്ല നല്ല തിന്നായിട്ടും വരും. ഇപ്പോൾ നമുക്കിത് ഇത്രയും ആ ഒരു തിന്നായിട്ട് വന്നിട്ടില്ലേ, നമ്മൾ മുന്നേ എടുത്ത ബ്രെഡിനേക്കാൾ ഒത്തിരി കനം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടുതലും കുറവൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞ് ബ്രെഡ് ആയതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഇതിനകത്ത് കൊള്ളത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒന്ന് ചെറുതായിട്ടൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ ഇതിൻ്റെ 2 അറ്റത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് മടക്കി വെക്കുകയാണ്. ഇപ്പോൾ നമ്മളിതൊന്ന് തൂക്കാതെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടി പ്രോപ്പറായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് തൂത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു സൈഡിൽ നിന്നൊന്ന് മടക്കിയിട്ടുണ്ട്, തിരിച്ചും അതേപോലെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ആണെങ്കിലും ശരിക്കും അത് പ്രോപ്പറായിട്ട് ഇരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അങ്ങ് ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. പിന്നെ അതൊരിക്കലും അങ്ങ് മാറിപ്പോവൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷേ ഇനി കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 ബ്രെഡുകളും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു പോക്കറ്റ് പോലെ ആക്കി കൊണ്ടുവരാം. ഇതിനെ പോക്കറ്റ് ബ്രെഡ് എന്നൊക്കെ പറയാം കേട്ടോ. പോക്കറ്റ് ബ്രെഡ് എന്ന് അല്ലെങ്കിൽ ബ്രെഡ് ഫില്ലിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള 3 എണ്ണം ഇതുപോലെ ഒന്ന് റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് നടുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും കൊടുത്ത് അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയായി, നമ്മുടെ റോൾസ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ്ചറിൽ ഒന്ന് മുക്കി എടുത്തിട്ടാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടി ബ്രെഡ് ക്രംസ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ആ മുട്ടയിലൊന്ന് ആ മിക്സ്ചറിലൊന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് വരിക. ബട്ടറും നെയ്യാണ് ടേസ്റ്റ്. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എണ്ണ വെച്ചിട്ടാണെങ്കിലും പൊരിച്ചെടുക്കാം. കോക്കനട്ട് ഓയിലല്ല, സാധാരണ ഒരു സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു റോൾ എടുത്തു. അത് നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിൽ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിനകത്തോട്ടൊന്ന് വറുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുത്ത് തന്നെ ഉണ്ടാവണം. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് വരും. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആ കളർ വരുന്നത് തന്നെ. അപ്പം അത് വരുന്നത് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ആ കളറൊക്കെ കണ്ടോ, നന്നായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലോട്ട് നമുക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. സ്നാക്ക് മാത്രമല്ല, ഇത് നല്ല ഹെവിയാണ്. ഇതിനകത്തുള്ള പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വയറ് നിറയും. കാരണം അതിനകത്ത് നെയ്യും കശുവണ്ടിയും, നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും ചേർക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് പോക്കറ്റ് വരുന്നത്. നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഞാനെന്നാൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ട് വരാം. നമ്മുടെ ഇവിടെ റോൾസുകളൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇത് നല്ല സോഫ്റ്റും കൂടെയാണ് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും ഒക്കെ ഇങ്ങനെ കയ്യിലൊക്കെ പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത്, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അതുകൂടാതെ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ അല്പം പട്ട പൊടിച്ചത്, സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായി ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ, അതിനകത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് കിട്ടും കേട്ടോ. പഞ്ചസാരയും അതുപോലെ തന്നെ ആ സിനമനും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചാൽ ഈ പൊടി പോലെ കിട്ടും. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യത്തിലധികം എടുത്തിട്ട് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രെഡ് റോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടിയെടുക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഇച്ചിരി കോൾ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പുരട്ടി എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് മധുരമായിപ്പോവും, ചിലപ്പോൾ ഒത്തിരി അങ്ങ് കുത്തലായിപ്പോവും. എന്നാൽ ചിലവർക്ക് അത് ഇഷ്ടമാണ് താനും കഴിക്കാനായിട്ട് കേട്ടോ. പക്ഷെ ഞാനിന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല ഈ സിന്നമണിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് വെതറി കൊടുക്കുന്നേ ഉള്ളൂ, ഒരു കുഞ്ഞ് ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡിയാണ്. നല്ല കാണാനും നല്ല ഭംഗി, കഴിക്കാൻ അതിലേറെ രുചിയുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കത്തിയൊക്കെ എടുത്ത് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ആക്കി മുറിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല സുഖമാണിത്. കാരണം വായിൽ വെക്കുമ്പോഴത്തേക്കും അലിഞ്ഞു പോകും. പ്രത്യേകിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ റോബസ്റ്റ് പഴം എന്നൊക്കെ പറയുന്നത് ആ നേന്ത്രപ്പഴത്തിൻ്റെ അത്രയും ഗുണങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും രുചിയാണ്. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഡബിൾ രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.